മറ്റൊരു സാക്ഷി നമുക്ക് കേൾക്കാം. സാക്ഷി നൽകുന്നു മിത. എൻ്റെ പേര് മിത. ഞാൻ പുതുക്കാട് നിന്ന് വരുന്നു. ഞാനൊരു BSc നേഴ്സാണ്. 2020 ഞാൻ അബുദാബിയിൽ ജോലിക്ക് കയറിയ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ജോലിയിൽ റിസൈൻ വെക്കണമെന്ന് പറഞ്ഞു. 6 മന്ത് ഞാൻ വർക്ക് ചെയ്തുള്ളൂ, റിസൈൻ വെച്ചു. അതിനുശേഷം നാട്ടിൽ വന്നു. പിന്നെ വീണ്ടും അബുദാബി പോയി ജോലി അന്വേഷിച്ചു. പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. 2 വർഷത്തോളമായി ജോലി അന്വേഷിക്കുന്നു, ഒന്നും റെഡി ആയില്ല. ഇനി അന്വേഷിച്ച് കഴിഞ്ഞ് 2 വർഷം ഗ്യാപ്പായി. പിന്നെ എനിക്ക് ജോലിക്ക് കയറാനും പറ്റിയില്ല. അങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് കരഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അങ്ങയുടെ ഹിതം എന്താണോ അതെനിക്ക് കാണിച്ചു തരിക, അത്രമാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് മൊബൈലിൽ നോക്കിയപ്പോൾ അന്നൊരു മെയിൽ വന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. ഈ ബുധനാഴ്ച ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇന്നലെ അവർ മെയിൽ അയച്ചു, ജോലി സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ പണ്ട് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിനേക്കാളും സ്റ്റാൻഡേർഡും നല്ല വലിയ ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ സാലറിയോട് കൂടി എനിക്ക് ജോലി ഓഫർ ലെറ്റർ വന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് സഹായിച്ച യേശുനാഥന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഒന്ന് കൈയടിച്ച് കഥ നന്ദി പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പം നമ്മൾ ഇത് 6ാമത്തെ വെള്ളിയാഴ്ചയാണ്. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, ആ നിയോഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തി അതിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. നിയോഗം വെച്ച് ബലി അർപ്പിച്ചാൽ മീറക്കൽ നോക്കി നിൽക്കുമ്പോൾ സംഭവിക്കും. നമ്മൾ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പണം കിട്ടില്ലേ? നമ്മൾ ഇത്രയും പേരുടെ 10,000-കണക്കിന് മക്കളുടെ പ്രാർത്ഥനയാണ് ഇന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. 10,000-കണക്കിന് മക്കളാണ് ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിക്കുന്നത്. സാധാരണ ബലിയർപ്പണം പോലെയല്ല. ഇപ്പോൾ നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ ലെവല് മാറിയിരിക്കുകയാണ്. കാരണം എൻ്റെ ബലിയാണ് അർപ്പിക്കുന്നത്, മനസ്സിലായോ? ആ നിയോഗങ്ങളാണ് പ്രേക്ഷിതരായ മക്കൾ ചുമന്നുകൊണ്ടുവന്ന് ഈ അൾത്താരയിൽ വൈദികരങ്ങളിൽ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ ഒത്തിരിയേറെ ആളുകൾക്കത് അനുഭവങ്ങളാണ്. പലതും ഒക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒരു സാക്ഷ്യം എടുത്തതാണ്. പ്രത്യേകമായ വിധത്തിൽ നമുക്ക് കൈകളടിച്ചുകൊണ്ട് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് കൈയിലടിച്ച് പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.